മാഷെ മദ്യപിക്കാറുണ്ടോ? മദ്യപാനമാണ് അയാളെ ഈ പരുവത്തിലാക്കിയത്. അയാൾ മദ്യപിക്കാറുണ്ടോ? ക്രിസ്മസിന് മാത്രം. ക്രിസ്മസിന് മാത്രമേ മദ്യപിക്കൂ? അല്ല, ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതിരിക്കൂ, ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കാം. കാരണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇവന് കേക്ക് തിന്നാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ചുരുണ്ടോടി കിടക്കുന്ന അപ്പൻഡിക്സ് ഓപ്പറേഷൻ. എനിക്കതല്ല, ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അസുഖം ഇത് എങ്ങനെ വരുന്നെന്നുള്ളതാണ്. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s സംഭവം. അച്ഛന്റെ ഈസും അമ്മയുടെ ഈസും തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പൻഡിക്സ്. ഇവിടുന്ന് ശമ്പളം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ നോണക്കഥ എന്റെ അടുത്ത് അടിക്കണം. കുടുംബത്തിൽ അപ്പൻഡിക്സ് എങ്ങനെ വന്നപ്പോ 70s അച്ഛൻ്റെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടണ്ടേ ഗഡി. അത് ശരി. ശമ്പളം കുറവായതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കിറ്റ് കൊണ്ട് തൃശ്ശൂർ അടിക്കുന്നു. എറണാകുളത്ത് കിടക്കുന്ന ഈ സ്കിറ്റ് എവിടെ കൊണ്ടുപോകുന്നത്? ഇടിച്ചോണ്ട് വരേണ്ടി വരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തിന്. ചേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞോളൂ. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയാവോ? പച്ചക്കറിയെ കഴിക്കാൻ കൊടുക്കാവോ? അത് മാത്രമല്ല, കാലത്തൊരു ഗുളിക, ഉച്ചക്ക് 2 ഗുളിക, വൈകുന്നേരം 4 ഗുളിക. അപ്പൊ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അല്ല, ഈ 5-6 പ്രാവശ്യം ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ, ഗുളിക കഴിക്കുന്ന കാര്യം. ശരി. അല്ല, എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട്. എന്താണ്? ഞാൻ ആദ്യം ഡോക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൗണ്ടറായി. സ്ഥാനക്കയറ്റം കിട്ടി. അത് മാത്രമല്ല, എന്റെ ചേട്ടൻ ഭയങ്കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യിപ്പിക്കൂല. ഒരു ദിവസം ചേട്ടന്റെ കൈയൊന്ന് അറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാരെ കയ്യടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങൾ. എന്റെ ചേട്ടൻ ഈഗോ അടിച്ച് അന്ന് നാട് വിട്ട്. പിന്നെ കിട്ടിയത് എന്തെന്നറിയാമോ? ചേട്ടന്റെ ജുബയും മുണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഓപ്പറേഷന്റെ പേര് ഭരതോന്നാണ്. ഓപ്പറേഷൻ എന്താണ് നടന്നത്? ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലാൻ നിൽക്കരുത്. എങ്ങനെയാ മേഡം? അതെ, പിന്നെ 35,000 രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കണോ? ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കറണ്ട് എവിടെ നിന്ന് എടുക്കും? മാത്രമല്ല, ഇവന്റെ മൂക്കുകൂടെയും വായിക്കൂടെയും വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ മറന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ആൾക്കാർ കൊണ്ട് തെറ്റി വെച്ച് ട്യൂബ് ഇടും തീരുമാനിക്കും. പറഞ്ഞു തീർന്നില്ല, കറണ്ടും പോയി. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കറണ്ട് വന്നാലോ ഓപ്പറേഷൻ നടത്താൻ പറ്റും? കറണ്ടില്ല. ഇത് എന്തോന്ന് ലോജിക്കില്ലാത്ത ഹോസ്പിറ്റലിൽ പറഞ്ഞു തീരുമ്പേ കറണ്ടും പോയത്. ചേട്ടന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ ആ കറണ്ട് പോയ സമയത്തെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ. പിന്നെ അതൊക്കെ മറക്കാൻ പുറത്ത് എന്തോ ഒരു മഴ, ഇടിവെട്ടി മഴ. ചേട്ടൻ എനിക്ക് അന്ന് ചായയും പരിപ്പോടയും വാങ്ങിച്ചു തന്നായിരുന്നു. ചൂട് പരിപ്പോട. അതെ, മഴ പരിപ്പോട. ജോൺസൺ മാഷിന്റെ പാട്ട്. അന്തസ്. അതെന്തൊരു വർത്തമാനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? അല്ല, അതെന്തൊരു വർത്തമാനം ഇപ്പൊ പറഞ്ഞേ? അല്ല, ഞാന് മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് ഇത്തരം പറഞ്ഞു. എനിക്ക് ചേട്ടൻ ആ മഴയത്ത് ഒരു പരിപ്പോടെ വാങ്ങിച്ചു തന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ 2 കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചേർത്ത് എന്തോ വർത്തമാനം. സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിടിച്ചാൽ പോലും വെളിയിറങ്ങില്ലേ? പരിപ്പോടെ മേടിച്ചുകൊണ്ട് കൊടുത്തത് നിങ്ങളാണ്. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ. ജോൺസൺ മാഷിന്റെ പാട്ട്, പിന്നെ ഒരു അന്തസ്. അതിനുവേണ്ടി എന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിരുന്നത്? അല്ല, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇത് എവിടെ നിന്ന് മേടിച്ച പരിപ്പോടാ? രാജുവിന്റെ കടയിൽ നിന്ന്. നീ അവന്റെ അടുത്ത് പറയാം വാഴക്കപ്പോടാൻ, ബാക്കിയുള്ളവരെ ജയിലിൽ പിടിച്ചാൽ മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.